നമസ്കാരം. രാമായണ കഥായാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാമായണ കഥയിലെ ആരണ്യകാണ്ഡത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആരണ്യകാണ്ഡം. സീതയുടെ നിലവിളി കേട്ട ജടായു അങ്ങോട്ട് കുതിച്ചെത്തി രാവണനോട് സീതയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. രാവണനോട് പൊരുതി ജടായു അവനെ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ അധികം വൈകാതെ വയോവൃദ്ധനായ ജടായു ചിറകിൽ രാവണന്റെ വാളിന്റെ വെട്ടേറ്റു നിലം പതിച്ചു. രാവണൻ സീതയും കൊണ്ട് യാത്ര തുടർന്നു. ഒരു പർവ്വതത്തിനു മുകളിൽ 5 വാനരന്മാർ വട്ടം കൂടിയിരിക്കുന്നത് കണ്ട സീത തന്റെ ആഭരണങ്ങൾ പട്ടുചെലയിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. തന്നെ അന്വേഷിച്ചു വരുന്ന രാമന് തന്നെ രാവണൻ കൊണ്ടുപോയ ദിശ മനസ്സിലാക്കാനുള്ള സൂചനയ്ക്കു വേണ്ടിയാണ് സീത ഇങ്ങനെ ചെയ്തത്. ലങ്കയിലെത്താൻ വെമ്പി നിന്ന രാവണൻ ആകട്ടെ ഇത് കണ്ടില്ല. ലങ്കയിലെത്തിയ രാവണൻ സീതയെ വശത്താക്കാൻ ശ്രമിച്ചെങ്കിലും പരാജിതനായി. ക്രോധിതനായ രാവണൻ സീതയെ തനിക്ക് വശംവദയാകാൻ 1 വർഷം അവധി നൽകുന്നു. അല്ലാത്ത പക്ഷം സീതയെ വെട്ടിനുറുക്കി പ്രാതലായി ഭക്ഷിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. സീതയെ ഉഗ്രകളായ രാക്ഷസിമാരുടെ ശക്തമായ കാവലിൽ അശോകവനികയിലെ ശിംശവവൃക്ഷ ചുവട്ടിൽ രാവണൻ പാർപ്പിച്ചു. മറ്റാരെയും സീതയെ കാണാൻ അനുവദിക്കരുതെന്നും ഏതു മാർഗം ഉപയോഗിച്ചും സീതയെ വശത്താക്കാനും രാവണൻ രാക്ഷസിമാരോട് കൽപ്പിച്ചു. തന്നെ അന്വേഷിച്ചു വരുന്ന ലക്ഷ്മണനിൽ നിന്ന് നടന്ന കാര്യങ്ങൾ ഗ്രഹിച്ച രാമൻ സംഭീതനായ ആശ്രമത്തിലേക്ക് ഓടുന്നു. അവിടെ എങ്ങും സീതയെ കാണാതെ പരിഭ്രമിച്ച രാമൻ സീതയെ രാക്ഷസൻ അപഹരിച്ചു എന്ന് തീർച്ചപ്പെടുത്തുന്നു. മനോനില തെറ്റിയവനെ പോലെ പെരുമാറിയ രാമൻ വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും സീതയെ കണ്ടോ എന്ന് പുലമ്പുന്നു. ലക്ഷ്മണന്റെ ആശ്വാസവചനങ്ങളിൽ സമചിത്തനായ രാമൻ അനുജനോടൊപ്പം സീതയെ അന്വേഷിച്ചിറങ്ങി. വഴിയിൽ ഒരിടത്തു കണ്ട ഭീകരരൂപി സീതയെ ഭക്ഷിച്ച് രാക്ഷസൻ ആണോ എന്ന് രാമൻ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അത് രാവണന്റെ വെട്ടേറ്റു വീണ ജടായുവായിരുന്നു. സീതയെ രാവണൻ എന്ന രാക്ഷസൻ അപഹരിച്ചു തെക്കു ദിശയിലേക്ക് കൊണ്ടുപോയെന്ന് രാമനോട് പറഞ്ഞിട്ട് ജടായു അന്ത്യശ്വാസം വലിച്ചു. പിതാവിനെന്ന പോലെ ഇരുവരും ജടായുവിന്റെ ജഡം സംസ്കരിച്ച് ശേഷക്രിയകളും ചെയ്തു. ജടായു പറഞ്ഞതനുസരിച്ച് ഇരുവരും സീതയെ തിരഞ്ഞു തെക്ക് ദിക്കിലേക്ക് യാത്രയാകുന്നു. ഇരുവരും മുന്നോട്ട് പോയപ്പോൾ അയോമുഖി എന്ന രാക്ഷസി ഒരു ഗുഹയിൽ നിന്നും ഇറങ്ങി വന്നു ലക്ഷ്മണനെ കാമപുരസരം കടന്നു പിടിക്കുന്നു. കോപിഷ്ഠനായ ലക്ഷ്മണൻ അവളുടെ സ്തനങ്ങൾ വെട്ടിയെരിയുന്നു. ഒരലർച്ചയോടെ അവൾ ഓടിയൊളിച്ചു. പിന്നീട് മുന്നോട്ട് പോയ ഇരുവരും കബന്ധൻ എന്ന വിചിത്രരൂപിയായ രാക്ഷസന്റെ കയ്യിൽ അകപ്പെട്ടു. കബന്ധൻ അവരെ ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ 2 പേരും അവന്റെ ഓരോ കൈകൾ വെട്ടിവീഴ്ത്തി. രാമൻ ലക്ഷ്മണന്മാരെ തിരിച്ചറിഞ്ഞ കബന്ധൻ തന്നെ ചിതയിൽ ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്രകാരം ചെയ്തപ്പോൾ അവൻ ശാപമുക്തനായി വീണ്ടും ധനു എന്ന ഗന്ധർവനായി തീരുന്നു. ഋഷ്യമുഖ പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവൻ എന്ന വാനരരുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യാനും അത് സീതാന്വേഷണത്തിൽ രാമന് വളരെ സഹായകമാകുമെന്നും കാരണം ഭൂമിയിൽ സുഗ്രീവൻ അറിയാത്ത സ്ഥലമില്ലെന്നും ധനു രാമനോട് നിർദ്ദേശിക്കുന്നു. ധനുവിൽ നിന്ന് മാതംഗ ശിഷ്യയായ ശബരി എന്ന വൃദ്ധ താപസിയെ കുറിച്ചറിഞ്ഞ രാമൻ അവരെ സന്ദർശിക്കുന്നു. രാമനെ ശബരി സൽക്കരിക്കുന്നു. രാമനെ ദർശിച്ച് ധന്യയായ ശബരി അഗ്നിപ്രവേശം ചെയ്ത് മോക്ഷമടഞ്ഞു.